600ഓളം പോത്തുകുട്ടികളുണ്ട്. ഉണ്ടായിരുന്നു. 500 അടുപ്പിച്ചേ ഉള്ളൂ. ഓക്കെ. നമ്മളിപ്പോ എവിടെ നിൽക്കുന്നത്? നമ്മളിപ്പോ പാലോട്, തിരുവനന്തപുരം ജില്ല പാലോട് കാർഷിക മേളയാണ്. 62ാമത് കാർഷിക മേള. 62ാമത് കാർഷിക മേളയാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ പാലോട് നടക്കുന്നത്. അപ്പം എത്ര ദിവസമാണ് ഈ പരിപാടി? ഈ പരിപാടി ഇന്ന് 7-ാം തീയതി തൊട്ട് തുടങ്ങി 16-ാം തീയതി വരെ ഉണ്ട്. ഹരിയാന പോത്തുകുട്ടികളുണ്ട്, പിന്നെ നമ്മുടെ സാധാരണ ആന്ധ്രാ പോത്തുകുട്ടികളുണ്ട്. ഈ സൈഡിൽ ഫുള്ള് നമ്മൾ ഹരിയാനയെ കൊണ്ടിരിക്കുകയാണ് അല്ലേ? അതെ. ഓക്കെ. കണ്ടല്ലോ, ഇതെല്ലാം ചെറിയ ഒരു 120 റേഞ്ചുള്ളതാണ്. അതെ, 120-150 റേഞ്ചുള്ള കുട്ടികളാണ്. നമുക്ക് ഇത് മുതൽ അങ്ങ് 260 വരെയുള്ള പോത്തുകുട്ടികൾ കിടപ്പുണ്ട്. മുറ തന്നെ ഒരു 10-250 മുറ പോത്തുകുട്ടികൾ കിടപ്പുണ്ട്. അതെ. ഇതെല്ലാം സ്പെഷ്യൽ ആണെന്ന് തോന്നുന്നല്ലോ. വലിയ അവിടെ ഹരിയാനയിൽ നിന്ന് കർഷകരിൽ നിന്ന് നേരിട്ട് വാങ്ങിച്ച കുട്ടികളാണ്. നല്ല അടിപൊളി ഫസ്റ്റ് ക്വാളിറ്റി കുട്ടികൾ. സ്പെഷ്യൽ മോറ കിട്ടുന്നുണ്ട്. അതെ. സ്പെഷ്യൽ മോറ എല്ലാം കാർഷിക മേളയുടെ ഇതില് അലങ്കരിപ്പിച്ച് നിർത്തിയേക്കുക. നമുക്ക് വ്യത്യാസം ശരിക്കാറുണ്ട്. ഈ മുറയും മറ്റേ ക്രോസ് അവർക്ക് കണ്ടു തന്നെ മേടിക്കാമല്ലോ. അവർക്ക് മുറ ഏതാണ് ക്രോസ് ബ്രീഡ് ഏതാണെന്ന് കണ്ടു തന്നെ മേടിക്കാം. കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതെ. ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഇതിനെ വാങ്ങിക്കത്തുള്ളൂ. ഇതേ വാങ്ങി മുറയെ പോകത്തുള്ളൂ. കാരണം ചിലരാണെന്നുണ്ടെങ്കിൽ പൈസ കുറവുണ്ടൊക്കെ ഉള്ളതുകൊണ്ടായി നാടൻ പോത്തിനെ എടുക്കുന്നത്. പിന്നെ നല്ല വളർച്ച കുറഞ്ഞ സമയത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുറയെ തന്നെ എടുക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ പാലോട് കാർഷിക മേളയില് ഒരു 10 ദിവസമാണ് നമ്മുടെ ഇവിടുത്തെ പരിപാടി. ഇതിനുവേണ്ടി എത്തിയിരിക്കുന്ന പോത്തുകുട്ടികളാണ്. നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റ് അല്ലെ പാലോട്, നമ്മുടെ ഒരു BMC ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് അല്ലേടാ?